നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. സ്ഥിരം കുറ്റവാളിയും കൊലക്കേസ് പ്രതിയുമായ ചെറുതുരുത്തി സ്വദേശി കരുതൽ തടങ്കലിൽ. കാപ്പ നിയമപ്രകാരം വിയ്യൂർ ജയിലിലടച്ചത് വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ റജീബിനെ. നടപടി തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. പരിശുദ്ധ റംസാൻ മാസം ജീവകാരുണ്യത്തിന്റേതാക്കിയ വിശ്വാസികൾ. വാണിയംകുളം പനയൂരിൽ ഒരുമ വെൽഫെയർ ട്രസ്റ്റിന്റെ റിലീഫ് കിറ്റ് വിതരണം. 130 പേർക്ക് റംസാൻ കിറ്റ് നൽകി. കോട്ടായിയിൽ രോഗികൾക്ക് സാമ്പത്തിക സഹായവും റംസാൻ കിറ്റ് വിതരണവുമായി നന്മ ചാരിറ്റി സെൽ. ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ ലഹരി വിരുദ്ധ സദസ്സ്. ലഹരിക്കെതിരെ ചെസ് എന്ന ആശയവുമായി ഷൊർണൂരിൽ നഗരസഭാ കൗൺസിലറും മുൻ കൗൺസിലറും. വാർത്തകൾ വിശദമായി. സ്ഥിരം കുറ്റവാളിയും കൊലപാതക കേസിലെ പ്രതിയുമായ യുവാവിനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ജയിലിലടച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ ബൈജുവിന്റെ മകൻ 34 വയസ്സുള്ള റജീബിനെയാണ് തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത്. തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിന്മേലാണ് നടപടി. വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റ് റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. വി.കെ. ശ്രീകണ്ഠൻ എം.പി. കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പനയൂർ ഡ്രീംസ് ഡെസ്റ്റിനി ഓഡിറ്റോറിയത്തിലാണ് കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. വി.കെ. ശ്രീകണ്ഠൻ എം.പി. വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനേക ലക്ഷം ആളുകൾ വ്രതം അനുഷ്ഠിക്കുകയാണ്. ഈ വ്രതാനുഷ്ഠാന കാലം എന്ന് പറയുന്നത് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ വേദന എല്ലാവരും മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിക്കൊണ്ട് കരുണയോടും സഹാനുഭൂതിയോടും സഹപ്രവർത്തകരോടും പ്രവർത്തിക്കണമെന്നും വലിയൊരു മഹത്തായ ആശയമാണ് നമ്മുടെ ഒരുമ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ മൊയ്തുപ്പ ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സോമൻ സ്വാഗതം പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, പാലക്കാട് തഹസിൽദാർ സയ്യിദ് മുഹമ്മദ്, ഒരുമ വെൽഫെയർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ശ്രീജേഷ്, ട്രഷറർ ഷുക്കൂർ പട്ടാമ്പി, ട്രസ്റ്റ് അംഗം അക്ബർ സെലോറ എന്നിവർ പ്രസംഗിച്ചു. 18 ഇനങ്ങൾ അടങ്ങിയ 1250 രൂപയുടെ കിറ്റ് 130 പേർക്കാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി നന്മ ചാരിറ്റി സെല്ലിന്റെ നേതൃത്വത്തിൽ റമളാൻ കിറ്റ് വിതരണവും രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും നടത്തി. കെ.എം. അത്തൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 100 പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. കെ.എം. മുസ്തഫ ദാരിമിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിൽ നന്മ ചാരിറ്റബിൾ സെൽ ചെയർമാൻ കെ.യു.എം. താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കെ.എം. അബ്ദുള്ള മുസ്ലിയാർ, വി.വി. സുലൈമാൻ, റഫീഖ് ഒതറോഡ്, കെ.പി. മുബാറക്, കെ.കെ. മുഹമ്മദ് അലി, കെ.യു.എ. ജലീൽ, കെ.എം. ഇസാഖ്, വി.എസ്. ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ആ സഹജീവികളോട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ സഹതാപം പ്രകടിപ്പിക്കാനും സഹായിക്കാനുമുള്ള സംവിധാനം നമുക്കുണ്ടാക്കണം എന്ന് ഒരു കൂട്ടായ സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ആൾക്കാരുടെ യോഗത്തിൽ ഞങ്ങളങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും അത് ശരിയാണ്, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചില സഹായങ്ങൾ. നന്മ ചാരിറ്റബിൾ സെൽ കൺവീനർ കെ.എം. അബ്ദുൾ ഹക്കീം സ്വാഗതവും ട്രഷറർ കെ.എച്ച്. നാസർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. മണ്ണൂർ പള്ളിപ്പടിയിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അൻവർ സാദിഖ് നിർവഹിച്ചു. കെ. അബ്ദുൾ ഹക്കീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സബിത മുനീർ, കുബ്ര പി.യു, അബ്ദുൾ ഹക്കീം, പി.എം. സുലൈമാൻ, കെ.എം. മുസദിഖ്, പി.എസ്. സൈനുദ്ദീൻ, ഫാസിൽ, ഒ.ബി. ഷഫീർ എന്നിവർ സംസാരിച്ചു. കെ.പി. മുനീർ സ്വാഗതവും പി.യു. റജില നന്ദിയും പറഞ്ഞു. അടക്കം വ്യാപിച്ചിരിക്കുന്ന ഈ ലഹരിക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്തിൽ ഒരു സന്ദേശം എന്ന നിലയിൽ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. അധികാരി വർഗങ്ങൾ ഇതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയാനകം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും മാരകമായ ലഹരി നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ബ്രൂവറികൾ പോലുള്ള സ്ഥാപനങ്ങൾ പാലക്കാട് ജില്ലയിലടക്കം തുടങ്ങുന്നു എന്നുള്ളത് വളരെ നിഷ്ഠൂരകരമാണ്, വളരെ ഭീകരമാണ്. അടുത്ത തലമുറ ഈ ലഹരിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു സങ്കോചവുമില്ലാതെ
സാധാരണക്കാരായ ആളുകളെ ധിക്കരിക്കുന്ന രീതിയിലുള്ള ഈ നടപടിക്കെതിരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലുടനീളം നൈറ്റ് മാർച്ചുകളും അതുപോലെ പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെ ചെസ് എന്ന ആശയവുമായി ഷൊർണൂർ നഗരസഭാ കൗൺസിലറും മുൻ കൗൺസിലറും 5ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ, മുൻ കൗൺസിലർ വിപിൻനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പങ്കാളിത്തത്തോടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. വാർഡിൽ ഓരോ മേഖലയിലേക്കും ചെസ് ബോർഡുകൾ നൽകി കളി വ്യാപകമാക്കും. ഷൊർണൂർ SI രവികുമാർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഹരീഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അരുൺ സ്വാഗതവും അഭിനവ് നന്ദിയും പറഞ്ഞു. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് തുടക്കമായി. കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരുന്ന മേളം വിസ്മയക്കാഴ്ചയായി. രാവിലെ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് ശുദ്ധികലശം, ചന്ദനം ചാർത്തൽ, അഷ്ടപതി, വഴിപാടുകൾ, പറവപ്പ്, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യ കലശാഭിഷേകം എന്നിവ നടന്നു. കോൽക്കളി, പൂതൻ തിറകളിയും ഉണ്ടായിരുന്നു. കല്ലൂർ ഉണ്ണികൃഷ്ണമാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളം വിസ്മയ കാഴ്ചയായി. നൂറുകണക്കിന് ആളുകളാണ് മേളം കാണാനെത്തിയത്. പനാവൂർ മനയ്ക്കൽ PMV നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര തിരുവാണിക്കാവ് ദേശവേല മഹോത്സവത്തിന് നാടൊരുങ്ങി. ദേശവേലയോടനുബന്ധിച്ച് തയ്യാറാക്കിയ അലങ്കാര പന്തലിൽ ദീപം തെളിഞ്ഞു. തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ വേല മഹോത്സവം. 11 ദേശവിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂരങ്ങൾ കാവിലെത്തുക. ഇതിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ വകയായി 5 ആനയും, വടക്കുമുറി വിഭാഗത്തിന്റെ 3 ആനയും, വാഴക്കോട് വളവ് വിഭാഗത്തിന്റെ 3 ആനയും, കൊല്ലമാക്ക് വിഭാഗം 3 ആനയും, ആറ്റൂർ വളവ് 1 ആനയും അടങ്ങുന്ന 15 ആനകളാണ് ക്ഷേത്രത്തിലെത്തുക. ഇതിനോടൊപ്പം തന്നെ പഞ്ചവാദ്യവും ഉണ്ടാകും. കൂടാതെ പൂതൻ, തിറ, നായാടി, കാള അങ്ങനെ ബാക്കി വിഭാഗക്കാരുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. ഇതുകൂടാതെ വിവിധ ക്ലബ്ബുകളുടെ വേലകളും കാളവേലകളും മറ്റു വിവിധ വാദ്യോപകരണങ്ങളോടുകൂടിയ വേലകളും ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിൽ സ്ഥലപരിമിതി ഇല്ലാത്തതിനെ തുടർന്ന് 15 ആനകളെ കൂട്ടിയെഴുന്നള്ളിപ്പിക്കുന്ന പരിപാടിയില്ലെന്ന് ക്ഷേത്രം പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PS. രവീന്ദ്രൻ, മറ്റു ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ചെമ്പൈ ഗ്രാമം ഇനി സപ്തസ്വരങ്ങളാൽ മുഖരിതമാകും. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തട്ടകമായ ചെമ്പൈ ഗ്രാമത്തിൽ ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. മാർച്ച് 8 ശനിയാഴ്ച വൈകിട്ട് 6 പ്രശസ്ത സംഗീതജ്ഞൻ TV ഗോപാലകൃഷ്ണന്റെ കച്ചേരിയോടെയാണ് സംഗീതോത്സവം തുടങ്ങിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ചെറുപ്പളശ്ശേരി നഗരസഭ മുൻ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത് ഉദ്ഘാടനം. അസോസിയേഷൻ നിയോജക മണ്ഡലം വനിതാ കമ്മിറ്റി പ്രസിഡന്റ് PA മുംതാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുജ നായർ മുഖ്യപ്രഭാഷണം നടത്തി. OC മീനാക്ഷി, M. ഭാഗീരഥി, സുമാലിനി, വിലാസിനി, രമണി ടീച്ചർ, DCC സെക്രട്ടറി VKP വിജയനുണ്ണി, KK വേണുഗോപാലൻ, VP രാധാകൃഷ്ണൻ, MR അരുൺ, PK മോഹൻദാസ്, PV രാമകൃഷ്ണൻ, KT വേണുഗോപാലൻ, K. ശിവപ്രകാശൻ, TM പരമേശ്വരൻ, NM പത്മനാഭൻ, V. മുരളീധരൻ, G. അജിത് കുമാർ, M. ജയരാജൻ, A. ജയനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. വേണുഗോപാൽ, രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടായി വനിതാ സാഹിതിയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കനൽ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ കൂട്ടായ്മ ശ്രദ്ധേയമായി. നാടക നടി ലതാ മോഹൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങൾ
ഉണ്ടാക്കിയെടുത്ത ഉത്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സ്റ്റാളുകൾ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങ് പി സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, വൈസ് പ്രസിഡന്റ് അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, അംബിക തുടങ്ങിയവർ സംസാരിച്ചു. വിട്ടുനിൽക്കരുത്, സജീവമാകുക എന്ന മുദ്രാവാക്യവുമായി കോട്ടായി FITUവിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന വനിതകളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് അസീസ് ആലത്തൂർ ഉദ്ഘാടനം ചെയ്തു. ടയറിംഗ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മറിയ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അബ്ദുൽ സലാം, വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ കോട്ടായി, സിന്ധു, പ്രീത, നദീറ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ കേരള ടീം അംഗമായ അതുല്യ ഉദയപ്രകാശിനെ അനുമോദിച്ചു. മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K ഉദയപ്രകാശ്, K ഇന്ദ്രപ്രസാദ്, R രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ചെറുതുരുത്തി നീള ക്യാമ്പസിൽ വനിതകളുടെ കൂട്ടായ്മയിൽ കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം ഭരണസമിതി അംഗവും വാദ്യവിഭാഗം മേധാവിയുമായിരുന്ന കരിയന്നൂർ നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നൂറുകണക്കിന് ആളുകൾ കഥകളി അരങ്ങേറ്റം കാണുവാനായി എത്തിയിരുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുതിർന്ന വനിതയ്ക്ക് സ്നേഹാദരം. കാരക്കാട് കുണ്ടിൽ മാധവിയെയാണ് ക്ലബ്ബ് ഉപഹാരം നൽകി ആദരിച്ചത്. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വനിതാവേദി, ജൂനിയർ വനിതാവേദി, വയോജനവേദി, ലൈബ്രറി എന്നീ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വയോധികയായ കാരക്കാട് കുണ്ടിൽ മാധവിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചത്. വനിതാവേദി കോർഡിനേറ്ററും മുൻ നഗരസഭാ കൗൺസിലറുമായ C പുഷ്പ വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി C ബിജു, TK ഉണ്ണികൃഷ്ണൻ, S ചന്ദ്രൻ, C ഹരിദാസ്, P ശിവാനന്ദൻ, KP സുധീഷ്, PK സഞ്ജയൻ, K രാധാകൃഷ്ണൻ, ലതാ തിലകൻ, രാധിക, K സുമിജ മനേഷ്, AG ആര്യ, K മാധവി എന്നിവർ സംസാരിച്ചു. പുരുഷ മേധാവിത്വമുള്ള സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ നാട്, അതിൽ നിന്നും സ്ത്രീകളുടെ അവകാശങ്ങളും നേട്ടങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം. അതാണ് ഈ വനിതാ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്തരം അനുഭവസ്ഥരായ ആളുകൾ നിൽക്കുമ്പോൾ നമ്മളെ ന്യൂസ് സെന്റർ ഷൊർണൂർ. പതിരിപ്പാല നഗരിപ്പുറം ഗ്രന്ഥശാലയിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ഡോക്ടർ സിബില രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ സിബില ക്ലാസ് എടുത്തു. സെക്രട്ടറി രാധാകൃഷ്ണൻ, KV വിജയൻ, കൃഷ്ണ ലീല ടീച്ചർ, വാസന്തി ഹരികുമാർ എന്നിവർ സംസാരിച്ചു. കുറച്ച് സമയം എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ആ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കാം. പൊതുവെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ അറിയാൻ താല്പര്യം? ഇന്ററാക്ട് ചെയ്യണം. അതായത് നിങ്ങൾ സ്ത്രീകൾക്ക് കോമൺ ആയി വരുന്ന ഡിസീസുകൾ. ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? മങ്കര സുരഭി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. മങ്കര SI സുദർശന ഉദ്ഘാടനം ചെയ്തു. ASI PK ഉഷ, അഡ്വക്കേറ്റ് ജലജ എന്നിവർ ക്ലാസ് എടുത്തു. മങ്കര പഞ്ചായത്തിലെ കലാപ്രതിഭയായ ഹർഷ്യ ഗിരീഷിനെ മങ്കര SI സുദർശന ഉപഹാരം നൽകി ആദരിച്ചു. അജിൽ, V വസുമതി, ഹർഷ്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ എന്നെ വിഷയം കൂടെ വിളിച്ചപ്പോൾ ആ ചേച്ചി വിളിക്കുന്നത് വരണം എന്ന് പറഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതോടെ അങ്ങനെ പോയുള്ളൂ, വീട്ടിൽ കയറിയില്ല. അപ്പോൾ എനിക്ക് അന്നപ്പോൾ ശരി ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ വന്നു. അതിന്റെ ഭാഗമായിട്ട് അതിൽ സന്തോഷം. പിന്നെ മോൾ ആദരിക്കാൻ ചെറുതായിട്ടൊരു ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും ഓൾ ദ ബെസ്റ്റ്. നല്ല ഒരു എന്താ പറയുക, കരിയറിൽ ത്രൂ ഔട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആ ഒരു കലാരംഗം മികച്ച രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഈ ഒരു ചെറിയൊരു വേദി കിട്ടിയത് ഞങ്ങൾ പറയാലോ, നമുക്ക് അവസരം കിട്ടിയാൽ എപ്പോഴും പോലീസിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയും. അത് വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ മക്കള്, നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ പേരമക്കള്, നിങ്ങളുടെ മരുമക്കള്, പ്രത്യേകിച്ച് പെൺമക്കൾ, ആൺമക്കളെയൊക്കെ നമുക്ക് രണ്ടാമത് നോക്കാം. ആദ്യം പെൺമക്കളുടെയും നിങ്ങളുടെ മരുമക്കളുടെയും നിങ്ങളെ പേരക്കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെന്തായാലും ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഫോൺ വന്നു. ഫസ്റ്റ് TV ആയിരുന്നു, നമുക്ക് TV പല വീട്ടിലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ TV ഇല്ലാത്ത വീടുകളില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ഥിരം കുറ്റവാളിയും കൊലക്കേസ് പ്രതിയുമായ ചെറുതുരുത്തി സ്വദേശി കരുതൽ തടങ്കലിൽ. കാപ്പ നിയമപ്രകാരം വിയ്യൂർ ജയിലിലടച്ചത് വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ
റജീബിനെ. നടപടി തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന്. പരിശുദ്ധ റംസാൻ മാസം ജീവകാരുണ്യത്തിന്റേതാക്കിയ വിശ്വാസികൾ. വാണിയംകുളം പനയൂരിൽ ഒരുമ വെൽഫെയർ ട്രസ്റ്റിന്റെ റിലീഫ് കിറ്റ് വിതരണം. 130 പേർക്ക് റംസാൻ കിറ്റ് നൽകി. കോട്ടായിയിൽ രോഗികൾക്ക് സാമ്പത്തിക സഹായവും റംസാൻ കിറ്റ് വിതരണവുമായി നന്മ ചാരിറ്റി സെൽ. ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ ലഹരി വിരുദ്ധ സദസ്സ്. ലഹരിക്കെതിരെ ചെസ് എന്ന ആശയവുമായി ഷൊർണൂരിൽ നഗരസഭാ കൗൺസിലറും മുൻ കൗൺസിലറും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.